അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അജിത്ത്. നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വേനലാണ്. അതുകൊണ്ട് തന്നെ തോട്ടത്തിലൊക്കെ ഫുള്ളായിട്ട് വെള്ളം അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നിരന്തരം വീഡിയോസ് ഇടാത്തത്. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഈ കൊല്ലത്തെ വീഡിയോ എടുത്തിരിക്കുന്ന തോട്ടത്തിൽ വാഴകൾ കൊലയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറേയേറെ വാഴകൾ കൂമ്പിട്ടിട്ടുണ്ട്. കൂമ്പിട്ടപ്പോൾ തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് ഇങ്ങനെ സമയം കിട്ടാതെ ഇപ്പോൾ കൊല വിരിഞ്ഞ് ഏകദേശം 5 പടലുണ്ട് ആദ്യം നമ്മൾ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്ന കൊലയ്ക്ക്. നമുക്ക് ഇനി അങ്ങോട്ട് വരുന്നതിനാണ് കൂടുതലായിട്ട് റിസൾട്ട് ഉണ്ടാകുക. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിലത്ത് നമുക്ക് കൊലേനെ നല്ലപോലെ തൊടാനായിട്ട് സാധിക്കും. അവിടെ ഏറ്റവും മുകളിലത്തെ പടൽ വരെ എന്നെ സംബന്ധിച്ചിരിക്കുന്നത് തൊടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. മഞ്ചേരി കുള്ളൻ വാഴേൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും താന്നാണ് കുള്ളൻ്റെ നിൽക്കുന്നത്. ഇത് കുറച്ചുകൂടി മുകളിലോട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കുള്ളനെക്കാട്ടിലും കുറച്ചുകൂടി ഹൈറ്റ് ഒക്കെ. എന്നിരുന്നാലും കൊലയൊക്കെ നമുക്ക് നിലത്തിരുന്ന് തൊടാൻ പറ്റും. ഇതാണ് ശരിക്കും മഞ്ചേരി കുള്ളനുള്ള മഞ്ചേരി വാഴയാണ്. അത് ഈ ഒരു ഇനത്തിനകത്ത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന മഞ്ചേരി വാഴ കുള്ളനകത്തും മീഡിയത്തിനകത്തും അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഇനമാണ് നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കൊലയായതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ നിങ്ങളെടുത്ത് പറയുന്നത്. ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഇനവും ഇത് തന്നെയാണ്. ഇതിൻ്റെ താഴോട്ട് ഹൈറ്റ് വരുന്ന ഇനങ്ങളും ഉണ്ട് ഇതേ കാറ്റഗറി തന്നെ. പക്ഷേ അതിന് കൊല കുറച്ച് മോശമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കത്തിൽ വളരെയധികം കുറവ് വരും. അതിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലോട്ട് ആ ഒരു കാറ്റഗറി ചെയ്യുമ്പോൾ നഷ്ടസാധ്യതകൾ കൂടുന്ന ഒരു ഇനമാണ്. പക്ഷേങ്കിൽ അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ടൈം പീരീഡിൽ വ്യത്യാസമില്ല, രോഗപ്രതിരോധ ശേഷിയിൽ വ്യത്യാസമില്ല, ഹൈറ്റിലും ഒരു വലിയ വേരിയേഷൻ എന്ന് പറയാനായിട്ടില്ല. ഈ ഒരു ഇനം മഞ്ചേരിൻ്റെ ഈ ഒരു ഇനം ചെയ്യുകയാണെങ്കിൽ വളരെയധികം പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കാം, നമുക്ക് തോട്ടത്തിലൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് എന്നറിയാം, ആദ്യത്തെ കൊലകളൊക്കെ കുറച്ച് മോശമായിരിക്കും. പിന്നീട് വരുന്ന കൊലകളായിരിക്കും വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ വരിക. ഇതിപ്പോൾ നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്ന കൊല നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അന്നേരം ഇനി അങ്ങോട്ട് വരുന്ന കൊലകളൊക്കെ നമുക്ക് മികച്ച രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 15 കിലോ 16 കിലോ ആവറേജിൽ നമ്മൾ ഈ തോട്ടം വെട്ടണം, കൊല കായ്ഫലം എടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം നനച്ച് ഫുള്ള് കൊടുത്തിരിക്കുകയാണ്. അടുത്ത വളപ്രയോഗങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ആക്കുന്നില്ല. അടുത്ത വളപ്രയോഗങ്ങൾ തന്നെ ഉടനടി ചെയ്യുന്നതാണ്. അതിൻ്റെ തോട്ടം മൊത്തം ഇപ്പോഴെല്ലാം ഇതെല്ലാം നനഞ്ഞ് കിടക്കുകയാണ്. 2 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് തോട്ടം തണുപ്പിക്കുക. എന്നിട്ട് എന്നതിന് ശേഷം നമ്മൾ വളപ്രയോഗത്തിലോട്ട് കിടക്കുകയാണ്. ഇനി ഒരു തണ്ടുവരപ്പനായിട്ട് അടിക്കാനുണ്ട്. തണ്ടുവരപ്പനെ ഇപ്പോൾ ഇനി എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ശേഷമാണ്. ഇപ്പോൾ പിന്നെ പൊട്ടാഷിൻ്റെ കുറേ ഷോർട്ടേജ് എല്ലാ വാഴകളിലും കുറേയൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം വളപ്രയോഗങ്ങൾ താമസിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഫുള്ളായിട്ട് വെള്ളം അടിച്ച് വളപ്രയോഗത്തിലോട്ട് കിടക്കുന്നത്. അന്നേരം നിങ്ങൾ ഈ കൊലയും കൂമ്പിട്ടതൊക്കെ കാണിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് വാഴകൃഷിനെക്കുറിച്ച് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വാഴകൃഷിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടും വളപ്രയോഗങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.